ഹേയ് ഹലോ, ഐ ആം നുഹ. ഞാൻ ഇന്ന് എൻ്റെ ജോബിലേക്കുള്ള എൻ്റെ ജേണിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും. നിങ്ങൾ കണ്ടു നോക്കുക. കുറച്ച് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ മുഴുവൻ കാണണം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു ജോലിക്കാരിയാകും, എനിക്കൊരു ജോലി ഉണ്ടാകും, ഞാൻ ജോലി ചെയ്ത് സാലറി വാങ്ങും. അതൊന്നും ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിച്ചതേ അല്ല. പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു ജോലി എനിക്കുണ്ടാകണം എന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടില്ലായിരുന്നു, ദുആ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടായി. എന്താ പറയുക, ഞാൻ ഒറ്റപ്പെട്ടു പോകുകയാണോ എന്ന് തോന്നിപ്പോകുന്നതും, ഒരുപാട് ദുഃഖിച്ചതും, പിന്നെ വാതിൽ തുറക്കാത്തതുപോലെ എനിക്ക് തോന്നിയ സമയങ്ങളും. ആ സമയത്താണ് ഞാൻ റബ്ബിനോട് ഒന്ന് ഇരുന്ന് ദുആ ചെയ്തത്. തഹജ്ജുദ് നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഞാൻ റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഒരു ജോലി എനിക്ക് സമാധാനമുള്ളൊരു വഴി മാത്രമാണ് ഞാൻ റബ്ബിനോട് ചോദിച്ചിരുന്നത്. അതുപോലെ എൻ്റെ മനസ്സിലുള്ള ചില സാറായ ചിന്തകൾ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് അഭിമാനിക്കരുത്, എളുപ്പവഴിയിലൂടെ ജോലി വേണമെന്ന് ആഗ്രഹിക്കരുത്, പിന്നെ എൻ്റെ കഴിവ് എല്ലാവരെയും കാണിക്കണം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ടാകുന്ന സ്വഭാവങ്ങളാണ്. ഇതൊക്കെ മാറ്റി വയ്ക്കണം. അങ്ങനെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്ന രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിക്കാൻ തുടങ്ങി. ഓൺലൈനായിട്ട് ഫോണിൽ എന്തെങ്കിലും ജോബ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അന്ന് എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ പറ്റേ പൊട്ടിയതായിരുന്നു. എങ്കിൽ പോലും ഞാൻ ഫോണിലൂടെ എന്തെങ്കിലും ഒരു ജോബ് എന്ന നിലക്ക് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഓൺലൈന് ടൈപ്പിംഗ്, ഓൺലൈൻ അപ്ലൈ, ഫ്രീലാൻസ് പ്ലാറ്റ്ഫോംസ് എല്ലാം പരീക്ഷിച്ചു. ഫിവർ, ടീച്ച് ഓൺ, ലേൺ പിക്ക്, അതിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കി. പിന്നെ അതിലൂടെ ഓരോ അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. ഒരുപാട് കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായിരുന്നു അന്നൊക്കെ. പക്ഷേ അതിൽ നിന്നെല്ലാം എനിക്ക് നിരാശ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ജോബ് എന്നുള്ള മറന്നുപോയി. കാരണം ഞാൻ കാത്തിരുന്നിട്ടും എനിക്കെന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ചിന്ത വന്ന് അവസാനം ഞാൻ അതിൽ നിന്ന് മാറിയിരുന്നു. പക്ഷേ ഞാൻ ഒഴിവാക്കാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ദുആ ഞാൻ ഒരിക്കലും ഒഴിവാക്കാറില്ലായിരുന്നു. ഞാൻ പതിവായിട്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഈ ജോബ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ദുആ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കാത്തിരിപ്പ് എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് സ്വാഭാവികമായിട്ടും മാഞ്ഞു പോയിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം രാവിലെ എണീച്ചപ്പോഴാണ് എൻ്റെ ഫോണിലേക്കൊരു കോൾ വന്നത്. എൻ്റെ റബ്ബ് എന്നെ നേരിട്ട് വിളിച്ചതാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാരണം നിനക്ക് ഹൈറായ സമയത്ത് നിൻ്റെ പ്രാർത്ഥനകൾ ഉത്തരമായിട്ട് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ റബ്ബ് എന്നെ വിളിച്ചോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അന്ന് ആ കോള് വന്നത് സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ കോളായിരുന്നു. ആളെനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ജോബ് വേക്കൻസി ഉണ്ട്, നിനക്ക് വരാൻ പറ്റുമെങ്കിൽ തിങ്കളാഴ്ച തന്നെ ഇവിടെ വന്ന് അപ്പോയിൻമെൻറ്റ് ചെയ്യണം എന്നെന്നോട് പറഞ്ഞ്. ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ജോലി കിട്ടിയ സന്തോഷം കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, പ്രാർത്ഥന മറക്കാത്ത അള്ളാഹുവിൻ്റെ ഉറപ്പ് കണ്ടുകൊണ്ട് മാത്രമാണ് അന്ന് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നത്. അൽഹംദുലില്ലാ, ഇപ്പോൾ ഞാൻ ആ ജോബിൽ 100% സാറ്റിസ്ഫൈഡാണ്. അൽഹംദുലില്ലാ. ഓരോ റിജക്ഷനും ഓരോ നിരാശയും അള്ളാഹു കുറച്ച് താമസിച്ചിട്ടാണ് ഇഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലായിരുന്നു പിന്നെ അങ്ങോട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളും ചിന്തിച്ച് കൂട്ടുണ്ടാവും, എനിക്കൊരു ജോലി കിട്ടൂല, എന്നെക്കൊണ്ട് അതിന് കഴിയൂല, പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ ജോലിക്ക് പോകുക,
പടച്ചോൻ വിചാരിച്ചാൽ, അള്ളാഹു വിചാരിച്ച ഒരു നിമിഷം മതി എന്തും മാറി മറയാൻ. അപ്പോൾ നിങ്ങൾ ദുആ ചെയ്യുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ എൻ്റെ ഈ സ്റ്റോറി കേട്ടില്ലേ, ഇതുപോലെ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കും ഇൻഷാ അള്ളാ. നിങ്ങളിലും ഓരോ അവസരങ്ങളുണ്ട്, നിങ്ങളത് ഉപയോഗിക്കണം. നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. നിങ്ങൾ ഈ സ്റ്റോറി നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ദുആ ചെയ്ത് ജോബ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും വന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളും ഒരുപാട് അപ്ലൈ ചെയ്തിട്ടും ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ദയവായി ദുആ ഉപേക്ഷിക്കരുത്. സമയമെടുക്കും, പക്ഷേ ആ സമയത്ത് പഠിച്ചോൻ നമ്മളെ വളർത്തുകയാണ്. ഒരുപാട് നീണ്ടു പോകും ഈ ജോബ് കിട്ടാനെന്നുണ്ടെങ്കിലും ആ സമയത്തൊക്കെ പഠിച്ചോൻ നമ്മളെ വളർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒടുവിൽ കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് ഏറ്റവും ഹയറായൊരു ജോലിയായിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് ഹയറായ സമയം. നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു അടുത്തു വരുമ്പോൾ ജോലി വെറും ഒരു റിസൾട്ടല്ല, അതൊരു നിരവധി പ്രാർത്ഥനകളുടെ പ്രതിഫലമാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്ത് കാത്തിരിക്കുക. ഇൻഷാ അള്ളാ എല്ലാവർക്കും അവസരം കിട്ടും. എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മടിക്കരുത്, ചോദ്യങ്ങൾ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ എല്ലാവരും സബ് ചെയ്ത് വെക്കുക. ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് അത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും.